ഇത് നമ്മുടെ ജോർജിയയിൽ പോയ ഇന്ദ്രജിത്തിന്റെ ഫ്രണ്ടാണ്. എവളും അടുത്ത മാസം പുറത്തു പോവുകയാണ്. അതുകൊണ്ട് നമ്മളെയൊക്കെ കാണാനാണ് വന്നത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിക്ക് ചെയ്ത് നേരെ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോയി. ഞാനും ഉണ്ണിയും പിന്നെ ഇന്ദ്രജിത്തിന്റെ ചേച്ചിയും കൂടിയാണ് ഗൗരിയെ വിളിക്കാനായിട്ട് പോയത്. രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ച് തളർന്നിരിക്കുകയാണ്. പിന്നെ ഞാനും ഉണ്ണി ആദ്യമായിട്ടാണ് ഒരു മന്തിക്കട കയറിട്ട് മന്തി കഴിക്കാതെ ഇരിക്കുന്നത്. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങി. അങ്ങനെ അവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ട് നേരെ ശംഖുമുഖത്തോട്ട് വിട്ടു. അവിടെ ചെന്ന് ബീച്ച് കണ്ടത് അവള് തുള്ളിച്ചാടി അങ്ങ് പോയി. ബീച്ചിൽ വരുന്നത് വരെ ഞാൻ ഉൾപ്പെടെ ആരും ബീച്ചിൽ ഇറങ്ങില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷെ അവൾ ഇറങ്ങിയപ്പോൾ അവളെ കൂടെ നമ്മളും അങ്ങ് ഇറങ്ങി. ഇപ്പൊ ദേഹം മുഴുവൻ അങ്ങ് നനഞ്ഞു. ചേച്ചി ഇതാ ഈ സാധനം എടുത്തോണ്ട് നടക്കുകയാണ്. പാലില്ലാത്ത ജീവികളുള്ളത് കൊണ്ട് ഏത് ജീവി? കടൽ ജീവി. ചേച്ചി ഈ തമാശ പറഞ്ഞു കഴിഞ്ഞതും മഴയും വന്നു. നമ്മൾ ശംഖുമുഖത്ത് നിന്ന് നേരെ മാനവീയത്തെത്തി. അവിടുത്തെ ഒരു കട്ടണൊക്കെ കുടിച്ചിട്ട് കനകക്കുന്നിലോട്ട് കയറി. ഇന്നിവിടെ ദേശാഭിമാനി നടത്തുന്ന നമ്മുടെ ഹരിശങ്കറിന്റെ പരിപാടിയുണ്ട്. ഇത് കാണാൻ ഇവിടെ ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ നന്ദുവും ജിത്തും എത്തി. പരിപാടി ഉണ്ടെന്നും പറഞ്ഞ് ഞാൻ തന്നെയാണ് വിളിച്ചു വരുത്തിയത്. സത്യം പറയാലോ, ഒരു ഒന്നൊന്നര വൈബ് പരിപാടിയായിരുന്നു. നോക്കിയപ്പോ എല്ലാവരും ഡാൻസ് കളിക്കുന്നു. പിന്നെ നമ്മളായിട്ട് അതിനൊരു കുറവ് വരുത്തണ്ടെന്നങ്ങ് വെച്ചു. സ്റ്റേജിലെ ഹരിശങ്കരൻ തകർത്താടുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. അപ്പൊ ഓക്കെ, ബൈ.